ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഈസി ആയിട്ട് പാലക്കറി എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലക്ക എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി, സവോള, കരിവേപ്പില, പിന്നെ പച്ചമുളക്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ കപ്പിൽ 1/2 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അതൊരു കുക്കറിലേക്ക് ഇട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച തക്കാളി, സവോള, പിന്നെ പച്ചമുളക് അതെല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കുക്കർ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ പരിപ്പ് വെന്ത് കിട്ടുമ്പോഴത്തേന് നമുക്ക് ഈ പാലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. പരിപ്പ് നല്ല പോലെ വേണം കേട്ടോ. അപ്പോൾ എനിക്കൊരു 2 വിസിൽ കൊടുത്താൽ തന്നെ പരിപ്പ് വെന്ത് കിട്ടും. അപ്പോൾ ഓരോ കുക്കറിൽ ഓരോ പോലെയാണ്. അപ്പോൾ നമ്മളെ പരിപ്പ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കുക്കറിൻ്റെ ആവി കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളെ പരിപ്പ് ഇവിടെ നല്ല പോലെ വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. ഈ രീതിയിൽ പരിപ്പ് നല്ലോണം വെന്ത് കിട്ടണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച പാലക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. അതൊന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് വെള്ളം പോരാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിലോട്ട് ഒരു 1/2 ഗ്ലാസ്സോ അല്ലെങ്കിൽ 1 ഗ്ലാസ്സോ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എനിക്കിതിൽ വെള്ളം മതിയായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1/2 ഗ്ലാസ്സും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടാണ്. എന്നിട്ട് അത് നല്ലോണം ഒന്ന് അതിൻ്റെ നീര് മാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് തിളക്കാൻ വിടുക. അപ്പോൾ ഇത് തിളച്ച് ഒന്ന് പാലക്ക് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് കടുക് വറുക്കാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണിൻ്റെ അത്ര കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 4ഓ 5ഓ വെളുത്തുള്ളിയും കൂടി തൊലിച്ചിട്ട് ഒന്ന് കുത്തി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ഉണക്കമുളകും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഒരു 2 ഇല്ലി കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതിനെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ചോറിൻ്റെ ഒന്നിച്ചും അതുപോലെ തന്നെ ചപ്പാത്തി, പൂരി, ദോശ എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യാം. അപ്പോൾ പാലക്കൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഈ രീതിയിൽ വെച്ച് കൊടുത്താൽ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് ആക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്യാം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.